വൈകുകയാണ്. ശരിക്കും പഴയ 90s നമ്മൾ കണ്ടേക്കുന്ന ഒരു കഥ പോലെ നല്ല രസമായിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് അവസാനം വരെ ആ സസ്പെൻസ് പോകുന്നുണ്ട്. ആൻഡ് നല്ലൊരു യക്ഷിക്കഥ, നല്ല രസമായിരുന്നു, ശരിക്കും എൻജോയ് അടിപൊളി, നന്നായിട്ട്. അശോകന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ് സുമതി വളം എന്ന കാര്യത്തിൽ യാതൊരു സംശയം. സിദ്ധാർത്ഥ് പറഞ്ഞത് അടിപൊളിയാണ്. ഇവര് രണ്ടുപേരും മലയാളത്തിന്റെ വാഗ്ദാനങ്ങളാണ്, തെളിയിച്ച സിനിമയാണ്. ഈ രണ്ടുപേരും അടിപൊളി ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഷൈജി കുറുപ്പൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹിറ്റ് സിനിമ തന്നെയാണ്, ഒരു സംശയം വിചാരിക്കുന്നത്. അടിപൊളി. പിന്നെ ദയവേത് ഞാൻ പറയാണ്, ഈ യൂട്യൂബർമാരുടെ അടുത്ത് അപേക്ഷിക്കാണ്, നിങ്ങൾ ഈ സിനിമയെ 5 കഷ്ണങ്ങളാക്കി കീറി ഭക്ഷണമായിട്ട് കഴിക്കരുത്. അത്തരം പരിപാടികൾ നിർത്തുക. ഇത് നല്ല സിനിമയാണ്. ട്രോളുകൾക്കൊന്നും ഒരു സാധ്യതയില്ല. ഇത് നെഗറ്റീവ് പറഞ്ഞ സിനിമകളും ഹിറ്റാണെന്ന് നിങ്ങൾ ഓർക്കുക. ധൈര്യമായിട്ട് വന്നിട്ട് കാണുക. ഞാൻ പറയാണ്, ആഭാസന്മാരുടെ അടുത്ത് ദയവേത് ഞാൻ പറയാണ്, ഈ സിനിമ 5ആയിട്ട് കീറി മുറിക്കരുത്. അവരോട് കാല് പിടിച്ച് ഞാൻ പറയാണ്, ഈ സിനിമ ഹിറ്റ് സിനിമ തന്നെയാണ്. അറിയാമല്ലോ, അശ്വന്ത് എന്ന് പറയുന്ന ആളിനെ അറിയാമല്ലോ, ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. അയാളോട് ഞാൻ ദയവേത് പറയാണ്, ഈ സിനിമ കീറി മുറിച്ച് ഭക്ഷണമായിട്ട് കഴിച്ച് ഒരു വേട്ടാവളയനാവാൻ നിൽക്കരുത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ റെസ്പോൺസസ് കേൾക്കുമ്പോൾ അതിലും സന്തോഷം. ഓഡിയൻസിന്റെ കൂടെ ആ മൂവി ഇരുന്ന് കാണുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആണ്. ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നു ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്. അതെ അതെ, ഹൊറർ കോമഡി മൂവിയാണ്. ഇഷ്ടപ്പെട്ടില്ലേ? റിയൽ ലൈഫിൽ സുമതി വളവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ശരിക്കും ആ ടൈമൊക്കെ കേട്ടപ്പോൾ അല്ല, ഞങ്ങള് പോയ സമയത്ത് അത്ര ഹോണ്ടിങ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന് മുമ്പ് പോയപ്പോ അവർ എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു, അവർക്ക് അത്യാവശ്യം ഹോണ്ടിങ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ പോയ സമയത്ത് ഫുൾ സ്ട്രീറ്റ് ആയിട്ട് വെളുപ്പിച്ച് വെച്ചിട്ടായിരുന്നു. പേടിച്ചില്ലായിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങള് രാത്രി 12 മണിക്കാ പോയേ. അപ്പൊ ഒരു പേടി അതുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതെ അതെ ബ്രോ, ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ, നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തിയേറ്ററിൽ അതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര അല്ല, അത് വിഷ്ണു ചേട്ടൻ്റെ അഭിലാഷന്റെ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. പിന്നെ ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. അങ്ങനെ പേടിപ്പിക്കുന്ന താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.